ദെൻ ഒരു 2 പ്രോബ്ലം കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ അതിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി അതിലൊരുവിധം നമ്മളുടെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നോക്കിയത്. ഇപ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻസും കൂടെ അല്ലെങ്കിൽ 2 പ്രോബ്ലം കൂടെ നോക്കിയാൽ ആ ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന തിയറീസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇല്ലസ്ട്രേഷൻ 20 നോക്കുക. Mr. George has 3 houses. The municipal valuation of these houses are 12,000, 8,000, 8,000 respectively. The first house is used for self-occupation. The second house is used for doing his business. And of course the third house is let out for 600 per month. 1/4 portion of his house is also used by him for self-occupation and he receives rent for the let out portion 600 per month. മുനിസിപ്പൽ ടാക്സ് 10% തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ 3 ഹൗസാണ്. 3 ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാക്സിമം 2 ഹൗസിന് മാത്രമാണ് നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് എന്നുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അത് നമുക്ക് ഇയാൾ 2 ഹൗസ് റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 ഹൗസുള്ള ഒരാളാണ്, ഇയാൾ 2 ഹൗസ് ലെൻറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് മാക്സിമം 2 ഹൗസ് വരെ സെൽഫ് ഒക്യുപ്പൈഡ് കൺസിഡറേഷൻ കൊടുക്കാവുന്നതാണ്. ഇതിൽ ഓൾറെഡി 2 ഹൗസ് ഇയാൾ സെൽഫ് ഒക്യുപ്പൈഡ് ആയിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ഹൗസ് ഉണ്ട്. അതിൽ റെൻ്റൽ വാല്യൂസ് മുനിസിപ്പൽ വാല്യൂഷൻ 3 തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹൗസ് സെൽഫ് ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് അതിന് നമുക്ക് ആനുവൽ വാല്യൂ കാണേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത് ബിസിനസ് പർപ്പസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ ഒരു ഹെഡിൽ ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ തേർഡ് ഹൗസ് എന്ന് പറയുന്നത് ലെറ്റ് ഔട്ടാണ്. അതായത് അത് ഈവൻ ലെറ്റ് ഔട്ടായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്തായിട്ട് മാറും? ഡീംഡ് ടു ബി ലെറ്റ് ഔട്ടായിട്ട് മാറും. ഏതെങ്കിലും ഒരു ഹൗസെങ്കിലും ലെറ്റ് ഔട്ടായിട്ട് മാറും. അപ്പോൾ ഇതിൽ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് 600 പെർ മന്ത് റെൻറ്റ് വെച്ചുകൊണ്ടാണ്. ഓക്കെ. ആ വീടിൻ്റെയും അപ്പോൾ അതായത് 3ാമത്തെ ഹൗസ് മാത്രമാണ് ഇവിടെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് തന്നെ പാർട്ട്ലി ലെറ്റ് ഔട്ടും പാർട്ട്ലി ഓക്യുപ്പേഷനുമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 1/4 പോർഷൻ ഓഫ് ദിസ് ഹൗസ് ഈസ് ഓൾസോ യൂസ്ഡ് ബൈ ഹിം ഫോർ സെൽഫ് ഒക്യുപ്പേഷൻ എന്നാണ്. അപ്പോൾ 3ാമത്തെ വീട് മാത്രമാണ് ലെറ്റ് ഔട്ട്, അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട ഹൗസ് എന്ന് പറയുന്നത്. അതിലും 1/4 പോർഷൻ എന്ന് പറയുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് പോർഷനാണ്. ബാക്കി 3/4 മാത്രമാണ് ലെറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ആ 3/4 പോർഷനിൽ അയാൾക്ക് കിട്ടുന്ന റെൻ്റാണ് 600 പെർ മന്ത് എന്ന് പറയുന്നത്. അപ്പം 3ാമത്തെ ഹൗസ് കാണുന്ന സമയത്ത് നമുക്ക് 3/4 പോർഷൻ്റേതാണ് നമ്മൾ കാണുന്നത്. അവിടെ റെൻറ്റ് റിസീവ് ചെയ്യുന്നത് 600 വെച്ചിട്ടാണ്. 600 വെച്ചിട്ട് ഒരു കൊല്ലത്തേക്ക് 7,200 രൂപ ഇയാൾക്ക് കിട്ടുന്നുണ്ട്. ദെൻ ലെസ് ചെയ്യാവുന്ന ഐറ്റം എന്ന് പറയുന്നത് മുനിസിപ്പൽ ടാക്സ് ആണ്. 10% ഓൺ മുനിസിപ്പൽ വാല്യുവേഷൻ. മുനിസിപ്പൽ വാല്യുവേഷൻ നോക്കുമ്പോൾ 3ാമത്തെ ഹൗസിൻ്റെത് 8,000 ആണ് അതിൻ്റെ മുനിസിപ്പൽ വാല്യുവേഷൻ. അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 800 ആണ്. ഓക്കെ. അങ്ങനെ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. ആനുവൽ വാല്യൂവിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലെസ് ചെയ്യാം. ഓക്കെ. ബാക്കി 1/4 പോർഷൻ എന്ന് പറയുന്നത് സെൽഫ് ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യുവേഷൻ നമ്മൾ കാണേണ്ട കാര്യമില്ല. അത് നില്ലായിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പോൾ ഇതിലൊന്നും നമ്മൾ ഈ മുനിസിപ്പൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാത്തതിൻ്റെ റീസൺ, കമ്പയർ ചെയ്യാത്തതല്ല, കമ്പയർ ചെയ്താലും ഇത് തന്നെയാണ് നമുക്ക് ഹയസ്റ്റ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യാത്തതാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാലും അതിൻ്റെ വാല്യൂ എത്രയെന്നുള്ളത് കമ്പയർ ചെയ്തിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കേസിൽ നോക്കേണ്ടത്. അതിൽ 3 ഹൗസസിൻ്റെ കേസസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 3 ഹൗസസ് ഉണ്ട്. അതിൽ 1 സെൽഫ് ഒക്യുപ്പൈഡ്, അപ്പോൾ അത് നില്ലാണ്. 2ാമത്തത് ബിസിനസ് പേർപ്പസാണ്. സോ അതും ഹൗസ് പ്രോപ്പർട്ടീൻ്റെ അണ്ടറിലല്ല, അത് ബിസിനസ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ തേർഡ് ഹൗസാണ് ലെറ്റ് ഔട്ട്. അതിൽ തന്നെ 3/4 പോർഷൻ്റെത് മാത്രമാണ് നമ്മൾ കാണുന്നത്. ബാക്കി 1/4 പോർഷൻ സെൽഫ് ഒക്യുപ്പൈഡ് ആയിരിക്കും. ഓക്കെ. ദെൻ മുനിസിപ്പൽ വാല്യൂ ഓരോന്നിൻ്റെയും നമുക്ക് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 3ാമത്തെ ഹൗസ് ആണെങ്കിൽ തന്നെ ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്? 8,000 ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. 8,000. ആ മുനിസിപ്പൽ വാല്യൂ മൊത്തം ലെറ്റ് ഔട്ടിൻ്റെതല്ല. എന്താണ്? അതിൻ്റെ 3/4 പോർഷൻ മാത്രം. അതായത്
6,000 രൂപ മാത്രമാണ് അതിൻ്റെ ലെറ്റ് ഔട്ട് പോർഷൻ്റെ മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. സോ 6,000 അതിൻ്റെ ആക്ച്വൽ റെൻ്റായിട്ടുള്ള 7,200 കമ്പയർ ചെയ്താൽ 7,200 തന്നെയാണ് ഹയസ്റ്റ് വാല്യൂ. അതിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കണ്ടെത്തിയിട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ 7,200 ആണെന്നുള്ളത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രീമതി ഫാത്തിമ ഓൺസ് എ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അറ്റ് കണ്ണൂർ ഇൻ കേരള. ദ മുനിസിപ്പൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഇസ് 50,000 മുനിസിപ്പൽ വാല്യൂ. ഫെയർ റെൻറ്റ് 4,20,000, സ്റ്റാൻഡേർഡ് റെൻറ്റ് 4,80,000. അപ്പോൾ റെൻറ്റ് കൺട്രോൾ ആക്ടിന് അണ്ടറിൽ വരുന്നതാണ്. ദ പ്രോപ്പർട്ടി വാസ് ലെറ്റ് ഔട്ട് ഫോർ 50,000 പെർ മന്ത് അപ് ടു December 2024. Thereafter, the tenant vacated the property and Srimati Fatima used the house for self-occupation. 2024 ഡിസംബർ വരെ മാത്രമാണ് ഇയാൾ ലെറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി സെൽഫ് ഒക്യുപ്പേഷനുമാണ്. അപ്പോൾ ഇത് പാർട്ട്ലി സെൽഫ് ഒക്യുപ്പൈഡ് ആൻഡ് പാർട്ട്ലി ലെറ്റ് ഔട്ട് അല്ല. ഇത് ലെറ്റ് ഔട്ട് ചെയ്ത സമയത്ത് മൊത്തമായിട്ടും അത് ലെറ്റ് ഔട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ അത് ചെയ്തത് ഡിസംബർ വരെയാണ്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ ടു ഡിസംബർ വരെയുള്ള മന്തിൻ്റെ റെൻറ്റ് മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. റെൻറ്റ് ഫോർ ദ months of November and December 2024 could not be realized in spite of the owner's efforts. ഓണർ എഫേർട്ട് എടുത്തിട്ടും ഈ 2 മാസത്തെ റെൻ്റ് ആണെങ്കിൽ കിട്ടിയിട്ടുമില്ല. All the conditions prescribed under Rule 4 are satisfied. ഞാൻ നേരത്തെ ആദ്യം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂൾ 4 എന്ന് പറയുന്നത് നമ്മൾ ഈ അൺറിയലൈസ്ഡ് റെൻ്റ് ആണെങ്കിലും അത് റിയലൈസ് ചെയ്യാനുള്ള എല്ലാ മെഷേഴ്സും ഓണർ എടുത്തിട്ടും നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് അതിനെ നമുക്ക് ടാക്സ് ട്രീറ്റ്മെൻറ്റിൽ അൺറിയലൈസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞിരിക്കുന്ന റൂൾസ് ഫോർത്തെ എല്ലാ മെഷേഴ്സും അല്ലെങ്കിൽ എല്ലാ ആക്ഷൻസും എടുത്തിട്ടും ഇയാൾക്ക് റെൻറ്റ് കിട്ടാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അൺറിയലൈസ്ഡ് റെൻ്റായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അതാണ് ഇവിടെ പറയുന്നത്. ഷീ പെയ്ഡ് മുനിസിപ്പൽ ടാക്സ് 12% ഡ്യൂറിങ് ദ ഇയർ. മുനിസിപ്പൽ ടാക്സ് എന്തിനു മുകളിലാണ് കാണേണ്ടത്? മുനിസിപ്പൽ വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മൾ കാണേണ്ടത്, 5 ലക്ഷത്തിൻ്റെ മുകളിൽ. ഷീ ഹാഡ് പെയ്ഡ് ഇൻട്രസ്റ്റ് ഓഫ് 25,000 ഡ്യൂറിങ് ദ ഇയർ ഫോർ എമൗണ്ട് ബോറോഡ് ഫോർ റിപ്പയേഴ്സ് ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. ആദ്യം തിയറി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ എടുത്തിരിക്കുന്ന ലോണ് അത് നമുക്ക് റിപ്പയറിനോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷനോ വേണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പോസ്റ്റ് കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്കിപ്പം ലോൺ എന്താവശ്യത്തിന് റീകൺസ്ട്രക്ഷനോ റിപ്പയറിനോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാം. പോസ്റ്റ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് ഇയറിൽ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ഷീ ഹാഡ് പെയ്ഡ് ഇൻട്രസ്റ്റ് 25,000 ഡ്യൂറിങ് ദ ഇയർ. അതായത് ഇക്കൊല്ലാണ് 25,000 അടച്ചിരിക്കുന്നത്. എന്തിൻ്റെ മുകളിൽ? ഹൗസ് പ്രോപ്പർട്ടീൻ്റെ റിപ്പയറിന് വേണ്ടി എടുത്തിരിക്കുന്ന ലോണിൻ്റെ മുകളിൽ. അത് നമുക്ക് 25,000 മൊത്തമായിട്ട് പേയ്മെൻറ്റ് മീൻസ് ചാർജ് ചെയ്യാൻ പറ്റും ഡിഡക്ഷനായിട്ട്. എന്തുകൊണ്ട്? അത് കറണ്ട് ഇയർത്തതാണ്. അതിപ്പോൾ റിപ്പയർ ആണെങ്കിലും റീകൺസ്ട്രക്ഷൻ ആണെങ്കിലും ഒന്നും നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇക്കൊല്ലം കൊടുത്തതാണെങ്കിൽ അത് എത്ര എമൗണ്ട് ആണെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് പ്രീ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/5 പോർഷൻ മാത്രമേ ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അത് റിപ്പയറിനോ റീകൺസ്ട്രക്ഷനോ ആണ് ആ ലോൺ എടുത്തതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവില്ല. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും വെച്ചിട്ട് നമുക്ക് എമൗണ്ട് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം എക്സ്പെക്റ്റഡ് റെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുമ്പോൾ മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെൻറ്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹൈ 5 lakh ആണ്. ദെൻ അതിനെ സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4,08,000 ആണ്, 80,000 ആണ്. സോ അതിൽ ലെസ്സർ വാല്യൂ എന്ന് പറയുന്നത് 4,80,000 ആണ്. അതാണ് നമ്മളുടെ എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഓക്കെ, ഇനി എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഹയസ്റ്റ് വാല്യൂ ഏതാണോ അതായിരിക്കും നമ്മളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആക്ച്വൽ റെൻറ്റ് എത്രയാണെന്നുള്ളത് നോക്കുക. ആക്ച്വൽ റെൻറ്റ് 50,000 ഇൻറ്റു 9. ഈ 9 വരാനുള്ള റീസൺ എന്താണ്? ഡിസംബർ വരെയുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 മാസത്തെ റെൻറ്റേ നമുക്ക് ആക്ച്വൽ റെൻ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ നവംബർ, ഡിസംബറത്തെ റെൻ്റ് ആണെങ്കിൽ അൺറിയലൈസ്ഡും ആണ്.
ഓക്കെ, ഇയാൾ നോക്കിയിട്ട് ഇയാൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 9 മാസത്തെ റെൻ്റാണ് ഇയാൾക്ക് കിട്ടേണ്ടത്. അതിൽ 2 മാസത്തെ റെൻറ്റ് കിട്ടിയിട്ടുമില്ല. ബാക്കി എന്താണ്, വേക്കൻ്റ് ആണ്. ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് വേക്കൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ആൾ താമസിക്കുന്ന സമയത്ത് നമ്മൾ റെൻറ്റിൻ്റെ കൊടുത്തിട്ടും നമുക്ക് കിട്ടാത്തതിനാണ് അൺറിയലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ 9 മാസത്തെ റെൻറ്റിൽ 2 മാസത്തെ റെൻറ്റ് കുറച്ചാൽ ബാക്കി ബാലൻസ് ഉള്ള 3,50,000 ആണ് നമ്മളുടെ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത്. സോ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ആണോ എക്സ്പെക്റ്റഡ് റെൻ്റ് ആണോ വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുമ്പം 4,80,000 തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക. മുനിസിപ്പൽ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര, 5 ലാഖാണ് മുനിസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മുനിസിപ്പൽ വാല്യൂവിൻ്റെ മുകളിൽ 12% കണ്ടാൽ നമുക്ക് മുനിസിപ്പൽ ടാക്സ് കിട്ടും. ദെൻ അൺറിയലൈസ്ഡ് റെൻറ്റ് എത്രയാണ്, 50,000 ഇൻറ്റു 2, 2 മാസത്തെ നവംബർ ഡിസംബർ 2 മാസത്തെ അൺറിയലൈസ്ഡ് റെൻറ്റ്. ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനുവൽ വാല്യൂ കിട്ടും. ആനുവൽ വാല്യൂൻ്റെ മുകളിൽ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ 25,000. അതിൽ 25,000 പറഞ്ഞതുപോലെ തന്നെ മൊത്തമായിട്ട് നമുക്ക് ലെസ് ചെയ്യാം. കാരണം അത് കറണ്ട് ഇയറത്തെ അല്ലെങ്കിൽ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡത്തെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് മൊത്തമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നോക്കേണ്ടത്. അവിടെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രീ കൺസ്ട്രക്ഷൻ ആണോ പോസ്റ്റ് കൺസ്ട്രക്ഷൻ ആണോ എന്നുള്ളത് നോക്കുക. അതുപോലെ ഗ്രോസ് ആനുവൽ വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ, ദെൻ അതിന്ന് ആനുവൽ വാല്യൂ എങ്ങനെ ഡിറൈവ് ചെയ്യും, സെൽഫ് ഒക്യുപ്പൈഡും ലെറ്റ് ഔട്ടും പോർഷൻ ആവുന്ന സമയത്ത് അതിൻ്റെ കേസസ് എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം പ്രോപ്പർട്ടി കറക്റ്റായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ചെറിയൊരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ.